സൗരയൂഥം രൂപപ്പെടുന്ന സമയത്താണ് വ്യാഴവും ഉണ്ടായത്. സൂര്യൻ രൂപപ്പെട്ടതിന് ശേഷം ബാക്കിയായ വാതകങ്ങളും ധൂളികളും ചേർന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായത്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചതെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായതുകൊണ്ട് തന്നെ രൂപീകരണ സമയത്ത് ഏറ്റവും കൂടുതൽ വാതകങ്ങളെയും പൊടിപടലങ്ങളെയും ആകർഷിച്ച് വ്യാഴം വലുതായി. പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമാണ് വ്യാഴത്തിൽ അടങ്ങിയിരിക്കുന്നത്. പുരാതന കാലഘട്ടത്തിലെ നിരീക്ഷണങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ വ്യാഴത്തെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളെപ്പോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ഗ്രഹമാണിത്. പുരാതന സംസ്കാരങ്ങളിലെല്ലാം വ്യാഴത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. റോമാക്കാർ അവരുടെ പ്രധാന ദൈവമായ ജൂപ്പിറ്ററിന്റെ പേരാണ് ഈ ഗ്രഹത്തിന് നൽകിയത്. ഗ്രീക്കുകാർ ഇത് അവരുടെ ദേവനായ സിയൂസിന്റെ പേരിൽ അറിയപ്പെട്ടു. ബാബിലോണിയക്കാർ, ഈജിപ്തുകാർ തുടങ്ങിയവരും വ്യാഴത്തെ നിരീക്ഷിക്കുകയും അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ദൂരദർശിനിയുടെ കണ്ടെത്തലോടെ 1610 ഗലീലിയോ ഗലീലി ദൂരദർശിനി ഉപയോഗിച്ച് വ്യാഴത്തെ നിരീക്ഷിച്ചതോടെയാണ് ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിച്ചത്. വ്യാഴത്തിന്റെ 4 വലിയ ഉപഗ്രഹങ്ങളായ അയ്യോ, യൂറോപ്പ, ഗാനിമീഡ്, കാളിസ്റ്റോ എന്നിവയെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഈ കണ്ടെത്തൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കുറിച്ചുള്ള കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാന തെളിവായിരുന്നു. ആധുനിക നിരീക്ഷണങ്ങളും പര്യവേക്ഷണങ്ങളും 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിലുമെല്ലാം കൂടുതൽ ശക്തമായ ദൂരദർശിനികൾ ഉപയോഗിച്ച് വ്യാഴത്തെക്കുറിച്ച് പഠനം നടന്നു. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലെ വലിയ ചുവന്ന പൊട്ട്, ഗ്രേറ്റ് റെഡ് സ്പോട്ട് പോലുള്ള സവിശേഷതകൾ ഈ കാലയളവിൽ കൂടുതൽ വ്യക്തമായി നിരീക്ഷിക്കപ്പെട്ടു. നിരവധി ബഹിരാകാശ ദൗത്യങ്ങൾ വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പയനിയർ 10 1973, പയനിയർ 11 1974. ഈ ബഹിരാകാശ വാഹനങ്ങൾ വ്യാഴത്തിനടുത്തുകൂടി പറന്നു പോകുകയും ഗ്രഹത്തിന്റെ ആദ്യ ചിത്രങ്ങളും വിവരങ്ങളും അയക്കുകയും ചെയ്തു. വോയേജർ 1 1979, വോയേജർ 2 1979 വ്യാഴത്തിന്റെ അന്തരീക്ഷത്തെയും ഉപഗ്രഹങ്ങളെയും കുറിച്ച് വളരെ വിശദമായ ചിത്രങ്ങളും വിവരങ്ങളും ഇവ നൽകി. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും മഞ്ഞുമൂടിയ പ്രതലങ്ങളും ഈ ദൗത്യങ്ങളിലൂടെയാണ് കണ്ടെത്തിയത്. ഗലീലിയോ 1995 മുതൽ 2003 വരെ വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ആദ്യത്തെ ബഹിരാകാശ പേടകമായിരുന്നു ഇത്. വ്യാഴത്തെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് ഏറ്റവും വിശദമായ പഠനങ്ങൾ നടത്തിയത് ഗലീലിയോയാണ്. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലേക്കിറങ്ങി വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു പ്രോബ് അയക്കുകയും ചെയ്തു. യൂറോപ്പ എന്ന ഉപഗ്രഹത്തിൽ ദ്രാവക രൂപത്തിൽ ജലമുണ്ടായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള സൂചനകളും ഗലീലിയോ നൽകി. ജൂണോ 2016 മുതൽ വ്യാഴത്തിന്റെ ഘടന, ഗുരുത്വാകർഷണ മണ്ഡലം, കാന്തിക മണ്ഡലം, ധ്രുവീയ പ്രദേശങ്ങളിലെ ദീപ്തി എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ദൗത്യമാണിത്. വ്യാഴത്തിന്റെ കാതലിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ ജൂണോ സഹായിക്കുന്നു. ഭാവി പഠനങ്ങൾ. വ്യാഴം സൗരയൂഥത്തിലെ ഒരു പ്രധാന ഗ്രഹമാണ്. ഭൂമിയെ വലിയ ഛിന്നഗ്രഹങ്ങളുടെയും ധൂമകേതുക്കളുടെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ വ്യാഴത്തിന് വലിയ പങ്കുണ്ട്. യൂറോപ്പ, ഗാനിമീഡ് പോലുള്ള ഉപഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും പഠനങ്ങൾ നടന്നുവരുന്നു. വ്യാഴത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ സൗരയൂഥത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മുടെ അറിവ് വികസിപ്പിക്കാൻ സഹായിക്കും. വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ?